എന്ത് പറ്റി നിനക്ക്? എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ട് വരുന്നേ? അമ്മേ, അവനിത് ചെയ്യിച്ചേർന്ന്. എനിക്ക് ബോധം വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നമ്മേ. അമ്മ ദയവായി ജയോട് സംസാരിക്കണം. ഇവൻ അവിടെ ഇരുന്ന് വിനീത കൊടുത്ത പൈസ എണ്ണയായിരുന്നു. നീ വേണോടി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇരിക്കുന്ന ഇടത്തിൽ കാശ് സമ്പാദിക്കാൻ എത്ര നല്ല ചാൻസാ കിട്ടിയിരിക്കുന്നേ. എന്താ നീ നല്ലവളായിട്ട് നടിക്കുക? നിന്റെ ഭർത്താവിന് പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല, പിന്നെ നിനക്കും തടി പ്രശ്നം. അമ്മേ, നിങ്ങള് അതേടി, ഞാനും അവന്റെ കൂടെയാ. എനിക്കെല്ലാം അറിയാം. ഇത് നോക്ക്, ഞാൻ പറയുന്ന നീ കേട്ടില്ല, നിന്നെ കൊന്നുകളയും ഞാന്. ഇപ്പൊ നീ അഭിനയിക്കുന്ന മാതിരി വീട്ടിൽ അഭിനയിച്ചാലുണ്ടല്ലോ. ഒരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോലും പറ്റുന്നേ? ഈ വൃത്തികെട്ട ജോലി ഞാൻ ഒരു കാലത്തും ചെയ്യില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അവള് കണ്ടില്ലേ, സമ്മതിക്കുന്നില്ല. അപ്പോ നിന്റെ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എല്ലാം ഓൺലൈൻ ഞാൻ ഇട്ടേക്കാം. അതിന്റെ എല്ലാം ഉത്തരവാദി നീ മാത്രമാ. എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നോക്ക്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ഞാൻ കൊണ്ടുവന്ന് തരാം നിങ്ങൾക്ക് പൈസ. പഠിച്ചു വാരിയോ പാത്രം കഴുകി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷെ പ്ലീസ് എന്നെ കൊണ്ട് ഈ വൃത്തികെട്ട ജോലി ചെയ്യിക്കരുത്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിന്റെ അവനൊന്നും എന്നോട് കാണിച്ചിരിക്കരുത് കേട്ടോ. ആദ്യം നിന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കും. കുറച്ചു നാളിന് മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് ഓർമ്മയുണ്ടല്ലോ? ആലോചിച്ച് നോക്ക്. നിന്റെ അച്ഛൻ ഈ വീഡിയോ കണ്ടാലുണ്ടല്ലോ, അയ്യോ, അടുത്ത സെക്കൻഡില് നിന്റെ അച്ഛൻ മരിച്ചു പോകും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ചെയ്തു. പക്ഷെ ഞാൻ ഈ ജോലി ഒരു കാലത്തും ചെയ്യില്ല. എന്ത് പറ്റി അച്ഛാ? നീ എന്ത് കാര്യം ചെയ്തു വെച്ചിരിക്കുന്നേ? എന്റെ മാനമര്യാദ നശിപ്പിച്ചു. അച്ഛാ, ഇതൊന്നും സത്യമല്ല. അച്ഛൻ ഞാൻ പറയുന്ന കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നോട് സംസാരിക്കണ്ട. അച്ഛന് സുഖമില്ലാണ്ടാവുകയാണ്. വേണ്ട, നിന്റെ കൈ കൊണ്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും തരരുത്. എന്നെ സംബന്ധിച്ച് നീ മരിച്ചു. എന്താ പറ്റി? എന്താ പറ്റി? എന്താ മോനെ സംഭവിച്ചത്? എന്തിനാ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയേ? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും ശരിയായില്ല. കണക്ക് നോക്കാതെ ഞങ്ങൾ കാശ് വാരി എറിയുമായിരുന്നു. നിന്റെ മകളെ ഞങ്ങളുടെ വീട്ടിൽ മരുമകളാക്കി. ഇവളോ ശരിക്കും കൂടത്ര. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ എന്തിനാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ അങ്ങനെയോ? അച്ഛനെ കുറിച്ച് ഭയങ്കര സങ്കടമാണല്ലോ. ഞങ്ങൾ പറഞ്ഞു നോക്കി, ഞങ്ങൾ പറഞ്ഞ കേക്കത്തില്ല. ഇപ്പൊ അനുഭവിച്ചോ? മോനെ കാട്ട്, അവള് ചെയ്ത കാര്യങ്ങൾ കാട്ടിക്കൊടു. വേണ്ട ജയ്, പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നേക്ക്. വേണ്ട ജയ്, പ്ലീസ് പ്ലീസ്. നോക്ക് പ്ലീസ് അമ്മേ, ജയോട് വേണ്ടെന്ന് പറ പ്ലീസ്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതെല്ലാം ചെയ്തോളാം. ജയ് വിട്ടേക്ക്, അവള് ചെയ്ത തെറ്റ് സമ്മതിച്ചല്ലോ. ശരി നീ വാ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മോളെ പറ്റിയ? നിന്റെ അമ്മ എന്താ അങ്ങനെ പറയുന്നേ? മോൻ എന്തിനാ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ ഒരു പ്രശ്നമില്ല. അച്ഛൻ ടെൻഷൻ ആവണ്ട. അത് ചെറിയൊരു വഴക്കുണ്ടായതാ, അതുകൊണ്ട് വിളിച്ചതാ. ഇത് നോക്കുമോളെ, എന്തായാലും ഒന്നും മറക്കാതെ എന്നോട് പറ മോളെ. ഒന്നുമില്ല അച്ഛാ. അപ്പൊ നീ പറയില്ലല്ലേ? എന്നാ ഞാൻ മോനോട് തന്നെ ചോദിക്കാം. നോക്കച്ഛ, ഒരു കുഴപ്പമില്ല. അത് ഞാനും ജയൻ തമ്മിൽ വഴക്കുണ്ടായതാ, അല്ല മറ്റൊന്നുമല്ല. പ്ലീസ് അച്ഛൻ വാ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛൻ ദയവായി ടെൻഷൻ അടിക്കരുത്. അതുപോലെ അച്ഛ, ഞാൻ വാക്ക് തരുകയാണ്. ഇനി ഇവിടെ നിന്ന് ആരും ഒരു പരാതിയും പറഞ്ഞ അച്ഛനെ വിളിക്കില്ല. അച്ഛന്റെ മോളെ നല്ല വിശ്വാസമില്ലേ? ഇത് നോക്കുമോളെ, അച്ഛൻ ഇരിക്കെ, ഞാൻ അച്ഛനെ ചായ എടുത്തിട്ട് വരാം പ്ലീസ്.
വരൂ സാർ, വരൂ വരൂ വരൂ. സോറി ജയ്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ അകത്തേക്ക് വരുമോ? ഇവളാണ് എൻ്റെ വൈഫ് ഋതു. പിന്നെ ഇദ്ദേഹമാണ് അജിത് കുമാർ. ഹലോ. താങ്ക് യു. ഒരു സെൽഫി എടുക്കാമോ? ഓ ഷുവർ. വെരി നൈസ്. തന്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയും ആഡംബരത്തിന് വേണ്ടിയും ജയും ബീനയും ഋതുവിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ദിവസവും അവിടെ വരുന്ന ആൾക്കാർ അവരുടെ ജീവിതം നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവളുടെ ശരീരത്തിനോടൊപ്പം അവരുടെ മനസ്സിനെയും വല്ലാതെ മുറിവേൽപ്പിച്ചു. ജയ് ദിവസവും പുതിയ ആൾക്കാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, പാർട്ടി നടത്തി, ഋതുവിന്റെ പേരിൽ നല്ല ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കടക്കാരനായിരുന്ന ജയ് പെട്ടെന്ന് തന്നെ ഒരു പണക്കാരനായി മാറി. ഋതു, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കെ. ഇതേ പിന്നെ നോക്ക്, ഇപ്പോൾ എന്നെ വിനീത് വിളിച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷം ഒരു NRI വരുന്നുണ്ട്. അവനെ മാത്രം നീ ഒന്ന് സന്തോഷിപ്പിച്ചെടുത്താ നമ്മുടെ ലൈഫ് തന്നെ വേറെ ലെവലാവും. പിന്നെ വേറൊരു കാര്യവും പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് തന്നെ അദ്ദേഹം ചിലപ്പോൾ വെക്കേഷന് വേണ്ടി പുറത്ത് കൊണ്ടുപോയേക്കും. ഇനി ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്യില്ല. എന്താ? നോക്ക്, ഞാൻ പറയുന്നത് കേക്ക് ജയ്. നീ എന്നോട് പറഞ്ഞത് ഇത് കുറച്ച് ദിവസത്തെ കാര്യമെന്നല്ലേ? 6 മാസത്തിൽ കൂടുതലായിപ്പോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലെന്നോ? നീ എന്തൊരു വെറുതെ ഒരു ഭ്രാന്തൊക്കെ പറയുന്നു. ഇവിടെ ഇരിക്കേ. നോക്ക് നോക്ക്, ഇപ്പോഴും നമുക്ക് ഒരുപാട് കാശൊക്കെ വന്നു തുടങ്ങിയത്. വീട്ടിൽ വരുന്ന ലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഭ്രാന്ത് പറയരുത്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കാശ് വേണം. കാശ്, പൈസ പൈസ പൈസ, ഏത് നേരവും പൈസ തന്നെ. നിനക്ക് പണക്കാരനായാൻ പോരായിരുന്നോ? അതായില്ലേ നീ? ഇപ്പൊ നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. എന്നെ കൊണ്ട് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ജയ്. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ. എന്താടി നിനക്ക് ചെയ്യാൻ പറ്റാത്തെ? ഓണപ്രാവശ്യം നടന്നതെല്ലാം മറന്നുപോയോ? എന്താ വീഡിയോ ഓൺലൈനിൽ ഇടട്ടെ? ഇല്ല 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 ഇല്ല, നിന്റെ അച്ഛന് തന്നെ അയച്ചു കൊടുക്കാം. അതിനുശേഷം ഓൺലൈനിൽ ഇടാം. ഇനി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ പേടിപ്പിക്കാനാവില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എത്ര തരംതാണ് ആളുകളാ നിങ്ങളെന്ന്. എന്നെ നിർബന്ധിച്ചാ നിങ്ങൾ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. പക്ഷെ ഇനി എന്നെ ആരെങ്കിലും നിർബന്ധിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ജയിലിലേക്ക് അയക്കും ഞാൻ നിങ്ങളെ. ജയിലിലേക്ക് അയക്കുമെന്നോ? ഇത് നോക്ക് മോനെ, മുഖത്ത് ഡാമേജ് ആക്കാതെ. മുഖം നല്ലല്ലെങ്കിൽ ആരും പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇതെന്തായി കാണിക്കുന്നത്? പ്ലീസ് ഇതൊന്നും ചെയ്യല്ലേ ജയ്. ജയ് ദയവായി ഇതൊന്നും ചെയ്യരുത്. മുഖം മാത്രം ഞാൻ ഒഴിവാക്കിയേക്കാം. വാമേ, ഇത് നോക്ക്, ഇവളെ ഇനി നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇവളിവിടുന്ന് കാണാൻ രക്ഷപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ അവസ്ഥ ഭയങ്കര മോശമാ.
വീട് മുഴുവൻ ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ അവളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ രാത്രി ഒന്നും അവള് കഴിച്ചില്ല. ഒന്നും കഴിക്കാതെ കിടന്ന അവിടെ ശരീരത്തിന് വല്ലതും പറ്റിയാലോ? അത് ഞാൻ സംസാരിക്കാം. ആ അമ്മ പോയിട്ട് ഫുഡ് എടുത്ത് വയ്ക്ക്. അവള് കഴിക്കുമല്ലോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് കഴിക്കുക, നിനക്ക് ഒരുപാട് ജോലിയുള്ളതാ. എഴുന്നേക്ക് മരുമകളെ, ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുത്തോണ്ട് വന്നിരിക്കുക. പ്ലീസ് എന്നെ പോകാൻ വിട്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുക, മര്യാദയ്ക്ക് കഴിക്കേ. ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കടി. ആ നല്ലപോലെ കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാടി ജോലി ചെയ്യുന്നേ? നിനക്ക് തടി ഭ്രാന്ത് പിടിച്ചോ? അമ്മ അമ്മ പെട്ടെന്ന് കഥ അടക്കേ. ആ ഇവളെടുത്ത് ഇങ്ങനെല്ലാം പറഞ്ഞ അവള് കേക്കത്തില്ല. ഇവൾക്ക് ഇവള് അഹങ്കാരമാണോ? ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നോ നീ? രക്ഷപ്പെടാൻ നോക്കുന്നോടി. ആ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാത്രമല്ല, ഈ റൂമിന് പുറത്തേക്ക് നിനക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇതേ നോക്കടി, എല്ലാ സ്ഥലത്തും ഞാൻ CCTV ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കേ. ഇനി ഒരു പ്രാവശ്യം കൂടി രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ നിന്നെ കൊന്നുകളെ ഞാൻ. മനസ്സിലായോ? ഓ ഓടി നടക്ക്. രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞ. പറഞ്ഞേക്ക്. ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അമ്മേ? വീട് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ എവിടെ ഓടിപ്പോകാനാ? അവളുടെ അച്ഛൻ്റെ അടുത്തല്ലേ അവള് പോകൂ. ഇവൾ അവിടെ ചെന്ന് എത്തും മുന്നേ ഇവള് ചെയ്തത് അവളുടെ അച്ഛൻ അയച്ചു കൊടുക്കാം. എന്താണെന്നോ നാളെ അങ്ങോട്ട് അവള് പോകുമ്പോഴേ അവള് പറയണത് ആരും വിശ്വസിക്കരുത്. എല്ലാവരും ഇവളെ തന്നെ തെറ്റായിട്ട് ചിന്തിക്കണം. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. കണ്ടില്ലേ എങ്ങനെ അലറി വിളിക്കുവാണെന്ന്? ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയും.